ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഫൈനലി യെസ്. സോ എന്താ പറയുക, ഇത് പ്രീ അനൗൺസ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു ലൈവാണ്. ഐ കെയിം ഓൾ ഓഫ് എ സഡൻ. ഞാൻ നമ്മൾ 1 million റീച്ച് ആയപ്പോൾ ഐ ഹാഡ് പ്രോമിസ്ഡ് ദാറ്റ് ഐ വിൽ കം ലൈവ്. പക്ഷെ ഇതിപ്പോൾ പെട്ടെന്ന് ചാടിക്കയറി ഞാൻ ലൈവ് വന്നതാണ്. അപ്പോൾ അതിന് റീസൺ ഉണ്ട്. 9 മണിക്ക് എനിക്ക് ബിഗ് ബോസ് കാണണം. അതിനു മുമ്പ് ഐ തോട്ട് ഐ കം ആൻഡ് ഐ ടോക്ക് ടു യു ആൻഡ് സേ താങ്ക് യു ആൻഡ് ഓൾസോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ടെൽ യു സംതിങ്. താങ്ക് യു സോ 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 മച്ച്. We are 1 million stronger now, and this is because of you guys. Okay, ഇത് completely നിങ്ങൾ കാരണമാണ്. Thank you to all those who love me, who support me, who hate me. നിങ്ങൾ ഹേറ്റേഴ്സിനും ഇതിൽ പങ്കുണ്ട്. നിങ്ങൾ ഇത്രയും എന്നെ വെറുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് 1 million കിട്ടത്തില്ലായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്കും എൻ്റെ തിരിച്ചങ്ങോട്ട് സ്നേഹം, നന്ദി എല്ലാം. ഓക്കെ, അപ്പോൾ അതിന് താങ്ക് യു പറയാനാണ് ഞാൻ മെയിനായിട്ട് ലൈവിൽ വന്നത് തന്നെ. സോ ഐ ഹാവ് സെഡ് ദാറ്റ് ആൻഡ് ഓൾസോ ഐ ഹാവ് എൻ അനൗൺസ്മെന്റ് ടു മേക്ക്. അത് വേറൊന്നും അല്ല, 1 million നമ്മൾ അടിച്ചത് പ്രമാണിച്ച് ഐ എം going to do a giveaway. ഓക്കെ, ഒരു ഗിവ് അവേ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് എൻ്റെ ഹെഡ്സെറ്റിനെ കുറെ പേര് കളിയാകുന്നുണ്ട്. വാവ്, നിങ്ങൾ കളിയാകൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ എല്ലാവരുടെയും ഹെഡ്സെറ്റ് എന്നൊക്കെ എനിക്കറിയാം. ഓക്കെ, ഞാൻ പിന്നെ ഇത് വെറുതെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കളഞ്ഞു ഞാൻ. ഓക്കെ, എന്താ അറിയോ, ലൈവ് വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ വെച്ചതാ, മറന്നുപോയി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ റിമൈൻഡിങ് മീ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ 1 million സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗിവ് അവേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ ഗിവ് അവേ എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അറിയിക്കാം. ഐ ഷാൽ ലെറ്റ് യു നോ സൂൺ. അപ്പോൾ ഐ എം തിങ്കിങ് കുറച്ച് ഒരു ഗിഫ്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ 1-2 ബ്രാൻഡ്സുമായിട്ട് കൊളാബ് ചെയ്തിട്ട് wanted to do something very special for you guys. സോ അതിൻ്റെ പ്ലാനിങ്ങില്ല കേട്ടോ. അത് ഫുൾ പ്ലാൻ ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം അതിൻ്റെ ഡീറ്റെയിൽസ്. ആൻഡ് യു ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദ ഗിവ് അവേ ആൻഡ് വിൻ എക്സൈറ്റിംഗ് പ്രൈസസ്. ഓക്കെ, അപ്പോൾ ഒന്നത്. ഇനി രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ഇന്നലെയാണ് നമ്മൾ നമ്മുടെ ബോയിങ്ങിന്റെ ട്രെയിലർ ആൻഡ് പോസ്റ്റർ റിലീസ് ചെയ്തത്. ലാലേട്ടനാണ് റിലീസ് ചെയ്തത്. ഒരു ഡാൻസ് കളിക്കാനോ? ഇപ്പരോ? ഞാൻ സംസാരിക്കട്ടെ ആദ്യം. ഓക്കെ ഓക്കെ, അപ്പം ബോയിങ് ആക്ച്വലി ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് ലോക്ക്ഡൗൺ തൊട്ടേ പ്ലാൻ ചെയ്തതാണ്. ഈവൻ ഞങ്ങൾ ഷൂട്ടൊക്കെ ചെയ്തായിരുന്നു ഒത്തിരി നേരത്തെ തന്നെ. പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബാക്കിയുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്ന്. നീതു മാത്യു, എൻ്റെ ഇടയിൽ കൂടെ ഞാൻ മെസ്സേജൊക്കെ വായിച്ചിട്ട് ഭയങ്കര കഴിവാ. ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങളത് എക്സിക്യൂട്ട് ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട്. ഫുൾ സെറ്റ് ആയത് ഇപ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ April 3rd ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ആവുകയാണ്. അപ്പോൾ April 3rd തൊട്ട് അങ്ങോട്ടുള്ള എല്ലാ വീക്കിലും ഓരോ എപ്പിസോഡ് വെച്ച് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. ഇത് സീസൺ 2 എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതിൽ ആക്ച്വലി ബിഗ് ബോസ് സീസൺ 1 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വഴിയേ. ഓക്കെ, വഴിയേ. ഇപ്പൊ ആസ് ഓഫ് നൗ നമ്മൾ സീസൺ 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബട്ട് വി ആർ പ്ലാനിങ്. ഓക്കെ, ഞങ്ങളുടെ തന്നെ ഇൻഡസ്ട്രിയിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വെബ് സീരീസിൽ കാണാൻ പറ്റും. പിന്നെ എന്ത് വിശേഷം പറയാൻ, അതിന്റെ കൂടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ഞങ്ങളിത് അനൗൺസ് ചെയ്ത സമയം തൊട്ട് BB കമ്പനി എന്നാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. ഞാൻ മെസ്സേജ് നോക്കാത്തതല്ല കേട്ടോ. സരീഷ്
ആക്ച്വലി ഞാനിപ്പോൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റാത്തതാണ്. പാറു ചക്കരയെ വാവയ്ക്ക് സുഖമാണല്ലോ അല്ലേ? ഞാൻ കണ്ടു നിന്റെ മെസ്സേജ്. ഓക്കെ, അപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജ് ഞാൻ വായിച്ച് റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ ഇന്നലെ ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് BB കമ്പനി എന്ന് പറയുന്ന പേരിൽ, BB കമ്പനി എന്നാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. ഈ യൂട്യൂബ് ചാനലിലായിരിക്കും ഞങ്ങളുടെ ഈ വെബ് സീരീസ് റിലീസ് ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ മുതൽ ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് കുറേ BB കമ്പനി എന്ന് പറയുന്ന ഫേക്ക് ചാനൽസ് ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഈ ഫേക്ക് ചാനൽസിനകത്തൊക്കെ ഞങ്ങളുടെ ഈ പറയുന്ന ഈ സീരീസിനെ കുറിച്ച് പറയുന്ന വീഡിയോ, അതുപോലെ ഞങ്ങളുടെ ട്രെയിലർ, ഇതൊക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആരോ. സോ പ്ലീസ് ബി കെയർഫുൾ. നിങ്ങൾ റോങ് ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യരുത്. ടഫി സിംഗ് ഹലോ. ഓക്കെ, റോങ് ചാനലിൽ പോയിട്ട് ദയവേത് സബ്സ്ക്രൈബ് ചെയ്യരുത്. ഞങ്ങൾ ബിഗ് ബോസിലുള്ള ആൾക്കാർ സ്വൈപ്പ് അപ്പ് ഇടുന്നുണ്ടല്ലോ ഞങ്ങളുടെ അക്കൗണ്ടിൽ വഴി. നിങ്ങൾക്ക് വരുന്ന സ്വൈപ്പ് അപ്പ് ലിങ്കിൽ വരുന്നതാണ് ഞങ്ങളുടെ ഒറിജിനൽ യൂട്യൂബ് ചാനൽ. ആൻഡ് അതർ ദാൻ ദാറ്റ്, BB കമ്പനി എന്നുള്ള പേരിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു ഒഫീഷ്യൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞങ്ങളുടെ യൂട്യൂബ് ലിങ്ക് ടാഗ് ചെയ്തേക്കാം. ഓക്കെ, അതാണ് ഞങ്ങളുടെ ഒറിജിനൽ യൂട്യൂബ് ചാനൽ. ഇതിലായിരിക്കും നമ്മുടെ സീരീസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ബാക്കി വരുന്നതെല്ലാം ടഫീന്നാരോ പറയുന്ന അതെ, അവന്റെ പുറകെ കിടന്ന് ബഹളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിലായിരിക്കും നമ്മുടെ സീരീസ് വരുന്നത്. പ്ലീസ് മേക്ക് ഷുവർ നിങ്ങൾ റോങ് അക്കൗണ്ടിൽ പോയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യരുത് കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്? വേറെന്ത് വിശേഷമാണുള്ളത്? വേറെ പിന്നെ എനിക്ക് ചിയാറോനെ കുറിച്ചാണ് പറയാനുള്ളത്. ചിയാറോ മൂവിയുടെ പോസ്റ്റർ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നായയുണ്ടോ? ഉണ്ട്, 3 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ ചിയാറോന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഞങ്ങൾ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിയാറോ എൻ്റെ കരിയറിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ്. വേറൊന്നും കൊണ്ടല്ല, സിനിമ എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. ആൻഡ് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം ഇവിടെ പൂവണിയാണ് ചിയാറോയിലൂടെ. ബിക്കോസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കിങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു, ലൈക്ക് ടൈപ്പ് കാസ്റ്റഡ് ആയി പോവാണോ? കാരണം വരുന്നതെല്ലാം 85% വരുന്ന ഓഫേഴ്സും കോമഡി ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു പെർഫോമിംഗ് ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ ശരിക്കും പറഞ്ഞാൽ എനിക്കില്ലായിരുന്നു. പക്ഷേ താങ്ക്സ് ടു ഞങ്ങളുടെ ഡയറക്ടർ നിതിൻ ആൻഡ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ മെഹറിക്ക, ഇവർ രണ്ടുപേരുമാണ് വാശി പിടിച്ചതില്ല നീ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഫൈനലി വലിയൊരു ആഗ്രഹം പൂവാണിയാണ്. ഇത് വലിയൊരു സിനിമയോ അങ്ങനെയൊന്നും ഞാൻ പറയില്ല, ബട്ട് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. ഈ ഒരു സ്റ്റോറി ആൻഡ് ഈ ചിയാറോ എന്ന് പറയുന്ന ക്യാരക്ടറാണ് എന്നെ ഈ മൂവി ചെയ്യാൻ ഇതിലേക്ക് അട്രാക്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഷൂട്ട് ഞങ്ങൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽസൊക്കെ വഴിയേ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ചിയാറോനും എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹമൊക്കെ ഉണ്ടാവണം. പിന്നെ എന്താ പറയുക, വേറെന്താ വിശേഷം? കുറേ പേര് മോൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. മോൾ ഇവിടെ തന്നെ ഉണ്ട്, റൂമിലാണെന്നേ ഉള്ളൂ. എന്നെക്കാളും വലിയ തിരക്കുള്ള ആളാണ്. ചേച്ചി ഒരു ഹായ് തരാമോ? സാൻഡി അലസാൻഡ്ര ജോൺസൺ എവിടെയാണ് മകളെ? ചെന്നൈയിലെ ഓരോ അരിയും അരിച്ച് പറക്കിക്കൊണ്ടിരിക്കുകയാണ് അലസാൻഡ്ര. ആൻഡ് ഓക്കെ, ഇനി ടൈം ടു റീഡ് ഓൾ യുവർ മെസ്സേജസ്. ഞാൻ ഓരോന്നായിട്ട് നിങ്ങളുടെ മെസ്സേജസ് വായിക്കാം. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ ഉത്തരം തരാം. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ലൈവിൽ ഇങ്ങനെ ചേർക്കണോ? ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, ബിക്കോസ് ഐ ഹാവൻ ഡൺ ദിസ് ബിഫോർ. മേ ബി ബിക്കോസ് ഇത് നമ്മുടെ 1 million സെലിബ്രേഷൻ അല്ലേ, സോ വേണമെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ലെറ്റ് മീ സീ ഇഫ് ഐ ക്യാൻ പുട്ട് സമ്മൺ വിത്ത് മീ ആൻഡ് മേക്ക് ദിസ് ലൈവ്. ആരുമില്ല, ആള് പോയി തോന്നുന്നു. ഞാൻ അങ്ങോട്ട് ഓക്കെ കൊടുത്തിട്ട് വരുന്നില്ല. ഇതെന്തത്? ഹലോ, ഓക്കെ, there is something is just not right, I guess.
ഓക്കെ, അവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഓക്കെ, സോ പ്രതീക്ഷിച്ച പോലെ ദാറ്റ് ഡിഡ്ന്റ് വർക്ക്. സോ മേ ബി ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് നിങ്ങളോട് വിശേഷങ്ങൾ പറയുന്നതായിരിക്കും നല്ലൊരു തീരുമാനം എന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഓക്കെ, അപ്പൊ നൗ ഐ വിൽ റീഡ് ദ മെസ്സേജസ് കേട്ടോ. Pranu, I love you to come back soon. രശ്മി മോൾ എനിക്ക് സുഖമാണ്. രശ്മി മോൾ എവിടെയാ? ഓടി വാ. അനന്തു, ഫേക്ക് ഒക്കെ ഒന്ന് പൊട്ടിക്കണമല്ലോടെ, അത്യാവശ്യമായിട്ട് കുറെ ഫേക്ക് ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഫുക്രുമായിട്ടുള്ള ടിക്ടോക്ക് പൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു ഡോൺ. നല്ല പേരാണല്ലോടോ. Avengers, I love you too. ഒരു ഹായ് പറഞ്ഞാ മതി. നിരഞ്ജന ശ്രീജിത്ത്. ഹായ് നിരഞ്ജന, ഹൗ ആർ യു? ഹായ് അമാൽ. ഇപ്പോഴത്തെ ബിഗ് ബോസിൽ ആരെയാ ഇഷ്ടം? ഇപ്പോഴത്തെ ബിഗ് ബോസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്, നല്ല കണ്ടസ്റ്റൻസ് ആണ്. They're nice, they're very nice. Everybody has got their own, standout personality in them. So എനിക്ക് ഒരാളെ ചൂസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആൻഡ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ടെലികാസ്റ്റ് വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്ന കാര്യം എൻ്റെ മനസ്സ് അതിന് അനുവദിക്കുന്നില്ല. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് തന്നെയാണ് അതിന് ഏറ്റവും വലിയ റീസൺ. അതുകൊണ്ട് I don't really want to pick anybody at this point of time. Maybe towards the end, I might favor someone. പക്ഷെ ഇപ്പം no. I'm just enjoying watching the show. That's Mr. Tuffy in the background. Tuffy. അതായത് അവന് കാണാൻ വലിയ ഭീകരനൊക്കെ ആണെങ്കിലും അവന് ഇടിയുടെ കുഞ്ഞു സൗണ്ട് മതി, അവൻ ഭയങ്കര പേടിയാണ്. ഇടി വെട്ടിയതിന്റെ റിയാക്ഷൻ ആയിരുന്നു അത്. ബിഗ് ബോസ് ഫേവറേറ്റ് പ്ലെയർ ആരാണ്? അതിനുള്ള ഉത്തരം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അഞ്ജന, താങ്ക് യു സോ മച്ച്. മച്ച് ലവ് ടു യു ടു. പിന്നെ കുറെ ഹായ് വരുന്നുണ്ട് കേട്ടോ. ഹായ് മാത്രം പറയില്ലേ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഐ മീൻ, ഹായ് അയക്കുന്നവർക്കൊക്കെ തിരിച്ചു ഞാനും ഹായ്. ഓക്കെ, ആകാശ്, സഞ്ജു, അതുല്യ, അഭിനവ്, അനന്തു, വേണടാ വേണം. 24 hours പൂട്ടിക്കണം. ഇപ്പോ എവിടെയാ? ഇപ്പോ വീട്ടിലാ. ലൈവ് ആഡ് ചെയ്യോ? ഞാൻ നോക്കാട്ടോ, ശ്രമിക്കാം. ഡോഗ് ഏതാ ബ്രീഡ്? ഓക്കെ, എനിക്ക് 3 ഡോഗ്സ് ആണുള്ളത്. ഇപ്പൊ ഈ കിടന്ന് ബഹളം വെച്ചോണ്ടിരിക്കുന്നത് എന്റെ ടഫിയാണ്. ടഫി ഈസ് എ സെയിന്റ് ബെർണാർഡ്. പിന്നെ ഒരെണ്ണം എന്റെ സൈബീരിയൻ ഹസ്കി, പിന്നെ ഒരെണ്ണം ലസാപ്സും. അങ്ങനെ 3 പട്ടിയാണുള്ളത്. ഓക്കെ, മിസ്സിംഗ് ബഡായ് ബംഗ്ലാവ് ആൻഡ് യുവർ ടീം. പിന്നെ വീണ ചേച്ചി, യു ആൻഡ് ഫുക്രു. താങ്ക് യു സോ മച്ച് ജോയൽ, ജോജോ. Even I miss Badai Banglawa. I miss Veena. I miss Fukru. I miss everybody. It's been so long since we all got together. കുറച്ച് സമയമായി ഇപ്പൊ. Veena and Fukru are enjoying in Dubai. അസൂയ എനിക്ക്. ഡെറ്റ്മാൻ ഗെയിം, ഇങ്ങനെയൊക്കെ പേര് വെച്ചിട്ട് നിങ്ങൾ ഹായ് പറയാൻ പറഞ്ഞാൽ ഞാനിത് എങ്ങനെ വായിക്കും? ഓക്കെ, ഇപ്പോൾ ബിഗ് ബോസ് കാണുന്നുണ്ടോ? ബിഗ് ബോസ് ഉറപ്പായിട്ടും കാണുന്നുണ്ട്, എല്ലാ എപ്പിസോഡ്സും കാണുന്നുണ്ട്, ഒന്നും മിസ് ചെയ്യുന്നില്ല. ഉറങ്ങി എണീറ്റേ ഉള്ളൂ ബ്രോ? ഇല്ല, നോ, നെവർ. ഓക്കെ, പുതിയ സിനിമയുടെ പുതിയ സിനിമ ഏതൊക്കെയാണെന്നാണോ? ഓക്കെ, അപ്പൊ 2 സിനിമയാണ്. ഒന്ന് ഇസ് മേപ്പടിയാൻ. ഷൂട്ട് കഴിഞ്ഞു, ഡബിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, റിലീസിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ചെറിയൊരു ക്യാരക്ടറാണ്, ബട്ട് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ, സംതിങ് ദാറ്റ് ഐ ഹാവൻ ഡൺ ബിഫോർ. കോമഡി ഒന്നും അല്ല കേട്ടോ,
ഒരു വളരെ ഹോംലി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിൽ സൈജു ചേട്ടന്റെ വൈഫായിട്ടാണ് ഞാൻ വരുന്നത്. സോ അതാണ് മേപ്പടിയാനുള്ള എൻ്റെ ക്യാരക്ടർ. പിന്നെ ഒരു സിനിമ ഇസ് ഡെഫിനറ്റ്ലി ചിയാറോ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ചിയാറോന്റെ ഷൂട്ടും കാര്യങ്ങളൊന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല. വി ആർ സ്റ്റാർട്ടിങ് സൂൺ. ഒരു മെയിലൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് ദ ഷൂട്ടിങ്. ഓക്കെ, ന്യൂ പ്രോജക്റ്റ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. നമ്മളൊരു ചെറിയ ചേച്ചി വൺ സോങ് പ്ലീസ്. അതൊക്കെ വേണോ? ഇതിനാ വെറുതെ? എടാ, കുറെ പേര് പാട്ട് പാടാൻ പറയുന്നുണ്ടല്ലോ. എന്നോട് അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പാട്ട് വരത്തില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങ് പാടിപ്പോവും. ഷോ ടഫി ബേബിയോ, അവരിവിടെ ഇടിവെട്ടുന്ന സൗണ്ട് കേട്ടിട്ട് പ്രാന്ത് പിടിച്ച പോലെ ഓടുന്നുണ്ട്. അവനിപ്പൊ ഷോ കാണിക്കാൻ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവനിപ്പോ ബഹളം വെച്ച് നശിപ്പിച്ചു കളയും. സോ അതുകൊണ്ട് ടഫി ബേബിനെ കാണിക്കുന്നില്ല. പകരം ഞാൻ എന്റെ തൊട്ടടുത്ത് കിടന്ന് ഉറങ്ങണ ഒരാളുണ്ട്, കാണിച്ചു തരാം. ഡോഗ് അല്ല, ക്യാറ്റ് ആണ്. ദിസ് ഇസ് നീലാംബരി. പ്ലീസ് മീറ്റ് നീലാംബരി. നീലമ്മ എന്തോ വലിയ പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ട് വന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങുവാണ്. So that was നീലാംബരി. ഓക്കെ, അപ്പൊ ഇനി ബാക്ക് ടു ദ കമന്റ്സ്. ഒരു കോമഡി പറ. അങ്ങനെ ഇരിക്കുമ്പോ കോമഡി ഒക്കെ പറയാന്ന്. മോളെ കാണിക്കുമോ? ഖുഷി വരുവാണെങ്കിൽ കാണിക്കാട്ടോ. ഉണർത്തണ്ടാന്നോ? അയ്യോടാ, ഉണർത്തുന്നില്ല. റിൻഷാദ്, ഹായ് റിൻഷാദ്. എത്തിയിട്ടുണ്ട്, ദേ കാണിച്ചിരിക്കുന്നു. കുറെ പേര് ചോദിച്ചു, അതുകൊണ്ട് ദേ കാണിച്ചിരിക്കുന്നു. സേ ഹായ്. എല്ലാവർക്കും ഖുഷിയുടെ വക ഹായ്. ആൻഡ് 1 million താങ്ക് യു പറയൂ എല്ലാവർക്കും. Keep loving us. Keep supporting us. We love you so much. I love you. Okay. അപ്പൊ കണ്ടല്ലോ, അത്രേ ഉള്ളൂ. മാഡം ഗെയിം കളിക്കുന്നതിൽ വളരെ ബിസിയാണ്, അതുകൊണ്ട് ഇരിക്കൊന്നുമില്ല. ചേച്ചി, വാട്ട് ഇസ് ദ സീക്രട്സ് ഓഫ് യുവർ ഹെയർ? സെറ്റപ്പാ മോനെ, ഇത് സീക്രട്സ് ഒന്നും ഇല്ല. ഇതൊക്കെ ഇത് വെറുതെ ഇങ്ങനെ പിടിച്ചാൽ ഒരു 3-4 എണ്ണം കൈ വരും. അതാണ് അവസ്ഥ. എന്തെങ്കിലും നിങ്ങൾക്ക് സീക്രട്സ് അറിയെങ്കിൽ എനിക്ക് പറഞ്ഞതാ, ഞാനൊന്ന് നോക്കട്ടെ. മുടിയൊന്നും ഇല്ലടോ, മുടിയൊക്കെ പോയി. ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റാ. ഓക്കെ, ഒന്നും ചോദിക്കാനില്ല? കഴിഞ്ഞോ? ധീടെ കുക്കു കുക്കു പാട്ടോ? പോയെ, ഒന്നും പാടൊന്നുമില്ല. കുക്കു കുക്കു. ഈ കുട്ടിയാണെങ്കിൽ കുക്കു കുക്കൂന്ന് കേട്ട അപ്പന്നെ വഴക്ക് പറയും. എപ്പോഴും ഈ പാട്ടുള്ള മമ്മിക്ക് വേറെ പാട്ടൊന്നുമില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഇങ്ങനെയൊക്കെ ചോദിക്ക്. നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. Thank you so much. So many people have been commenting that I look beautiful. Thank you. ചേച്ചി ഒന്ന് ഡൽഹിയിലൊക്കെ വിസിറ്റ് ചെയ്തൂടെ? ഞങ്ങളെ പോലെയുള്ളവർക്കൊന്ന് കാണാനാ ചേച്ചി. ഹായ്, നൈസ്. ഡൽഹി എനിക്ക് ഇഷ്ടാ. ഡൽഹി, ഐ ഹാവ് കം ടു ഡൽഹി. ഐ ലൈക്ക് സരോജിനി മാർക്കറ്റ്. അവിടെയൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. വരാട്ടോ. ഞാൻ വരുവാണെങ്കിൽ നിങ്ങൾ എന്നെ കാണാൻ വരുമോ? എന്നാ ഞാൻ വരാം. Okay. Oh, so many messages coming by. Okay, wait. വെപ്പുമുടി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. വെപ്പൊന്നുമല്ല, ഒറിജിനല്ല. പക്ഷെ വീക്ക് ഹെയർ ആണ്. ഗെയിമർ ആണോ? ഞാനല്ല, ഷീയസ്. ഖുഷി. ബിഗ് ബോസ് കാണാറുണ്ട്. ബാക്കിലുള്ള ചെടിയുടെ നെയിം എന്താ? What is the name of this? Ara? Lazy. Lazy is the name of this teddy bear. Okay. And what about the other one? This one?
Ara? Sky. Okay, so this brown one is Lacy, the yellow one is Sky, and മനസ്സിലെക്കാളും കൂടുതൽ ഈ വീട്ടിൽ ടെഡി ബെയർ ആണല്ലോ. Okay, so the name of this cream color teddy bear is Blackie. Okay, and that must be Johnny. ഇത് ജോണി. ഇതൊക്കെ ഡെയിലി മാറും കേട്ടോ. സ്ഥായിയായ പേരുകളല്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. Okay. Thank you so much, Marin from Ireland. റോയനെ കൊണ്ട് പാട്ട് പഠിക്കാൻ. റോയ ഓടി. കാലിക്കട്ട് വരുന്നുണ്ടോ ആര്യ? നോട്ട് എനി സൂണർ. വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അറിയിക്കാം കേട്ടോ. വെയിറ്റിംഗ് ഫോർ ബോയിങ് സീരീസ്. താങ്ക് യു സോ മച്ച്. ലവ് ടു ഫുക്രുനോട് പറയാം. പ്രേമക്കുരു ആണോ മുഖത്ത്? അറിയില്ലടോ, സാധ്യതകൾ ഇല്ലാതെ ഇല്ല കേട്ടോ. ഹായ് ടു ആകാശ്. ഇത്ര അഹങ്കാരം പാടില്ലാട്ടോ. എത്ര നേരമായി ഒരു ഹായ്. എടോ, അഹങ്കാരം കൊണ്ടിട്ടല്ല ഇത് എത്ര ഹായ് വരുന്നു എന്നാണ് എന്റെ വിചാരം. എനിവേ അലക്സ് ഹായ്. പിന്നെന്താ പോന്നൊക്കെ പറയുന്നുണ്ടാരോ. എന്റെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് എന്നെ പോന്ന് പറയുന്നു. അതാരാ ഫോട്ടോയിൽ? അതാണോ? അതെന്റെ അമ്മൂമ്മയാ, അച്ഛന്റെ അമ്മ. ഫേവറേറ്റ് സ്പോർട്ട്? ഐ എം നോട്ട് എ സ്പോർട്സ് പേഴ്സൺ. പക്ഷേ ഈ ഇടയായിട്ട് എനിക്ക് ബാഡ്മിന്റൺ ഇച്ചിരി ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. ഐ എം ജസ്റ്റ് എ ബിഗിനർ ബട്ട് ലവിങ് ഇറ്റ്. ഫിലിമിൽ ഹീറോയിൻ ആയിക്കൂടെ? അർജൂസ് ഹീറോയിൻ ആയിട്ട് വരുന്നുണ്ടല്ലോ, അതാണല്ലോ ചിയാരോ. കാണണം കേട്ടോ. പ്രണവിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടേ. പ്രണവ്, കുറെ പിമ്പിൾ ഉണ്ടല്ലോ. ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. ദേ മിസ്റ്റർ ഹാപ്പി സോൾ ഹായ്. ഹാവ് യു വിസിറ്റഡ് കുവൈറ്റ്? I have, but long back. Don't even remember the year. Start music missing. Even I'm missing start music, but hopefully we are coming back soon with season 3. Big Boss season 3 കഴിഞ്ഞ ഉടനെ start music season 3 on air വരുന്നതായിരിക്കും. ഇവിടെ നല്ല മഴയാണ് ചേച്ചി. ലക്കി യു. ലൈൻ ഉണ്ടോ? ഉണ്ട്, ഇഷ്ടംപോലെ ഇലക്ട്രിക് ലൈൻ എൻ്റെ വീടിന്റെ ചുറ്റുമുണ്ട്. Okay, I think that's it. BB3 കാണാറുണ്ടോ? എന്താ അഭിപ്രായം? BB3 കാണാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അഭിപ്രായമൊക്കെ. ഞാൻ മിസ്റ്റർ മിസ്റ്ററി കിഡ്, ഐ എം നോട്ട് റീഡിങ് വാട്ട് യു ഹാവ് സെൻറ്റ് മീ, ബട്ട് ആ പറഞ്ഞത് ഇസ് യക്ക്. ഓക്കെ, നിങ്ങൾ എന്തിനാണ് എൻ്റെ ലൈവിൽ വന്ന് എൻ്റെ അച്ഛനെ വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മേ ബി നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും നിങ്ങളെ വളർത്തിയിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ അങ്ങനെ അല്ല, അതുകൊണ്ട് ഞാൻ അതിന് മറുപടി തരുന്നു. താങ്ക് യു സോ മച്ച് ഹരി. ബഡായി ബംഗ്ലാവ് ഇനി ഉണ്ടാകുമോ? ഇല്ല, ബഡായി ബംഗ്ലാവ് കഴിഞ്ഞു. ദാറ്റ് ഇസ് ഓവർ. ബഡായി ബംഗ്ലാവ് ഇനി ഉണ്ടാവില്ല. ബട്ട് സ്റ്റാർട്ട് മ്യൂസിക് സീസൺ 3 is coming back. Okay, അപ്പം that's it. I had so much fun talking to all of you for such a long time. കുറേ പേര് മെസ്സേജ് അയച്ചു, കുറേ പേര് ഹായ് പറഞ്ഞു, കുറേ പേര് അന്വേഷിച്ചു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആസ് ഐ സെഡ്, ഗിവ് അവയുടെ ഡീറ്റെയിൽസ് ഞാൻ ഉടനെ പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഡു ടേക്ക് പാർട്ട് ഇൻ ദ ഗിവ് അവേ. ആൻഡ് മച്ച് ലവ് ടു ഓൾ ഓഫ് യു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. പോകുന്നതിന് മുമ്പ് അതും കൂടെ പറയട്ടെ, കൊറോണ മുഴുവനായിട്ട് വിട്ട് പോയിട്ടൊന്നുമില്ല. സോ ഓൾവേസ് മാസ്ക് ഒക്കെ ധരിച്ച് എപ്പോഴും സാനിറ്റൈസ് ഒക്കെ ചെയ്ത് സേഫ് ആയിട്ടിരിക്കുക. ഓക്കെ, ലവ് യു ഗൈസ് ലോട്ട്സ്. താങ്ക് യു സോ മച്ച്.
prayers to you all. God